കനേഡിയൻ മലയാളം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്പം ഇൻഫോർമേറ്റീവും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതെ, കാനഡയിൽ വരാനിരിക്കുന്ന ഇലക്ഷനെ കുറിച്ചാണ് ഈ വീഡിയോ. 2025 ഏപ്രിൽ 28 നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് എന്താണ് ഇത്ര പ്രത്യേകതയുള്ളത്? ഭരണം തുടരാൻ ഇനിയും മാസങ്ങളുണ്ടായിട്ടും ഇപ്പോഴുള്ള ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് തിടുക്കത്തിൽ ഒരു സ്നാപ്പ് ഇലക്ഷൻ നടത്തണമെന്ന് എന്തിനാണ് ഇപ്പോൾ ഭരിക്കുന്ന ലിബറൽ പാർട്ടി ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? എന്തൊക്കെ പ്രത്യയശാസ്ത്രങ്ങളുള്ള ഏതൊക്കെ പാർട്ടികളാണ് മത്സരിക്കുന്നത്? എന്തൊക്കെയാണ് കാനഡയിലെ പ്രധാന പ്രശ്നങ്ങൾ? നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയെ, പ്രത്യേകിച്ച് കാനഡയിൽ ജീവിക്കുന്നവരെയും കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെയും എങ്ങനെയൊക്കെയാണ് ഈ ഇലക്ഷൻ ബാധിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നാം കൂടുതലായി അറിയാൻ ശ്രമിക്കുന്നത്. കാനഡയെക്കുറിച്ചും കനേഡിയൻ ജീവിതത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഇതുപോലെയുള്ള കനേഡിയൻ വീഡിയോസ് ഏറ്റവും ആദ്യം ലഭിക്കാനായി കനേഡിയൻ മലയാളി എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഇന്ത്യയേക്കാൾ വളരെ വലിയ രാജ്യമായ കാനഡയ്ക്ക് അങ്ങനെ ഒരു വിശേഷണം കിട്ടാത്തതെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. അതിനായി കാനഡയുടെ ഗവൺമെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൂടുതലായിട്ട് അറിയണം. കാനഡ ഒരു പാർലമെന്ററി ഡെമോക്രസിയും അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയുമാണ്. നിങ്ങൾ രാജഭരണവും കേട്ടിട്ടുണ്ട്, അതുപോലെ ജനാധിപത്യവും കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും ചേർന്ന എന്നാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് നേരിട്ട് ഭരണം നടത്തുന്ന രീതിയാണ് കാനഡയിലുള്ളത്. കുറച്ചുകൂടെ വിശദീകരിക്കാം. എന്താണ് കാനഡയിലെ പാർലമെന്ററി ഡെമോക്രസി എന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ പാർലമെന്ററി ഡെമോക്രസി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, അതായത് MP-മാർ ഹൗസ് ഓഫ് കോമൺസിൽ ഇരുന്ന് നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലോകസഭ പോലെയാണ്. അതുപോലെ തന്നെ ഫെഡറൽ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന പാർട്ടിയുടെ നേതാവാണ് പ്രധാനമന്ത്രിയാവുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. കാനഡയ്ക്ക് ഇങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിലും കാനഡയുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി അല്ല. ഇപ്പോൾ അത് ചാൾസ് മൂന്നാമൻ രാജാവാണ്. പക്ഷേ UK-യിൽ ജീവിക്കുന്ന രാജാവ് കാനഡ നേരിട്ട് ഭരിക്കുന്നില്ല. രാജാവിന്റെ പ്രതിനിധിയായ ഗവർണർ ജനറലാണ് രാജാവിന് വേണ്ടി ഔപചാരികമായ ചടങ്ങുകൾ നടത്തുന്നത്. അതായത് കനേഡിയൻ പാർലമെന്റിന് 3 ഭാഗങ്ങളുണ്ട്. രാജാവ് നിയമിച്ചിരിക്കുന്ന ഗവർണർ ജനറൽ, പ്രധാനമന്ത്രിയുടെ ശുപാർശയിൽ ഗവർണർ ജനറൽ നിയമിച്ചിരിക്കുന്ന 105 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സെനറ്റ്, വോട്ടെടുപ്പിലൂടെ MP-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർ അടങ്ങിയ ഹൗസ് ഓഫ് കോമൺസ്. ഇങ്ങനെ ഈ 3 ഭാഗങ്ങളും ഒരുമിച്ചാണ് കാനഡയിൽ ഒരു നിയമം പാസ്സാക്കുന്നത്. ഇന്ത്യയിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുള്ള ലോകസഭ ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് രാജ്യസഭയും കൂടി പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ചാലേ ഇന്ത്യയിൽ അതൊരു നിയമം ആവുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ രാജഭരണവും പാരമ്പര്യവും ജനാധിപത്യവും ചേർന്ന ഒരു മനോഹരമായ ഒരു ബാലൻസ്ഡ് ഭരണരീതിയാണ് കാനഡയിൽ നടന്നു വരുന്നത്. ഇങ്ങനെ ഹൗസ് ഓഫ് കോമൺസിലേക്ക് MP-മാരെ തെരഞ്ഞെടുക്കുവാനും അതുവഴി കാനഡയ്ക്ക് പുതിയൊരു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുമാണ് ഈ മാസത്തിന്റെ അവസാനം കാനഡയിൽ ഇലക്ഷൻ നടത്തുന്നത്. ഈ ഇലക്ഷനിൽ ആരൊക്കെ മത്സരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കാനഡയിൽ പ്രധാനമായിട്ടും 4 പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് ഉള്ളത്. ലിബറൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവ് മാർക്ക് കാണിയാണ്. ലിബറൽ പാർട്ടിയാണ് 2015 മുതൽ കാനഡയിൽ അധികാരത്തിലുണ്ടായിരുന്നത്. മിതവാദ നയങ്ങളും പുരോഗമന ആശയങ്ങളുമാണ് ഇവരുടെ ശക്തി. ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചപ്പോൾ പകരം പ്രധാനമന്ത്രിയായ മാർക്ക് കാണി ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. കൺസർവേറ്റീവ് പാർട്ടി, പിയർ പുളിയേവാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവ്. കൺസർവേറ്റീവ് പാർട്ടി ഹൗസ് ഓഫ് കോമൺസിലെ പ്രധാന പ്രതിപക്ഷമാണ്. സാമ്പത്തിക യാഥാസ്ഥിതികതയും കോമൺ സെൻസ് നയങ്ങളുമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കുറച്ചാഴ്ചകൾ മുന്നേ വരെ ജനപ്രീതിയിൽ വളരെ മുന്നിട്ട് നിന്നിരുന്ന കൺസർവേറ്റീവ് പാർട്ടി ഇപ്പോൾ പക്ഷേ ലിബറലുമായിട്ട് ടൈറ്റ് ഫൈറ്റിലാണ്. ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി, സിഖ് വംശജനായ ജഗ്മീത് സിംഗ് ആണ് NDP പാർട്ടിയുടെ നേതാവ്. ഇടതുപക്ഷ ആശയങ്ങൾ, തൊഴിലാളി അവകാശങ്ങൾ, ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കാണ് ഇവരുടെ പ്രധാന ഫോക്കസ്. ബ്ലോക്ക് ക്യുബക്ക, നേതാവ് ഈസ് ഫ്ലോഷ ബ്ലോഷെ. ഈ പാർട്ടി ക്യുബക്കിൽ മാത്രം മത്സരിക്കുന്നു. ഫ്രഞ്ച് സംസ്കാരവും സ്വയംഭരണവും സംരക്ഷിക്കലാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഇതിനു പുറമെ ഗ്രീൻ പാർട്ടിയും ചെറിയൊരു സാന്നിധ്യമുണ്ട്. ആര് ജയിക്കും എന്ന് പ്രവചിക്കാൻ വളരെ പ്രയാസമാണ്. പോളുകൾ പറയുന്നത് പ്രകാരം കൺസർവേറ്റീവുകളും ലിബറലും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. കാനഡയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കൂടുതൽ മനസ്സിലാക്കുവാൻ നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോവാം. 2015 മുതൽ തുടർച്ചയായി ഈ കഴിഞ്ഞ മാസം വരെ ലിബറൽ പാർട്ടി നേതാവായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ ആയിരുന്നു കാനഡയുടെ പ്രധാനമന്ത്രി. ആദ്യത്തെ ടൈമിൽ അദ്ദേഹം വളരെ നന്നായി പെർഫോം ചെയ്തു. എന്നാൽ അവസാനത്തെ ഇലക്ഷനിൽ സ്വന്തമായി ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് NDP നേതാവായ ജഗ്മീത് സിംഗിന്റെ പിന്തുണയോടെയാണ് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നത്. 2015 നിന്നും 2025 എത്തിയപ്പോഴേക്കും കാനഡ ആകെ മാറി. വളരെ ഉയർന്ന ഹൗസിംഗ് കോസ്റ്റ്, സഹിക്കാൻ പറ്റാത്ത ജീവിത ചെലവ്, തൊഴിലില്ലായ്മ, ബ്രോക്കൺ ഹെൽത്ത് കെയർ സിസ്റ്റം, അൺകൺട്രോൾഡ് ഇമിഗ്രേഷൻ, കൂടുന്ന ക്രൈം റേറ്റ്സ്, ഇന്ത്യയും അമേരിക്കയും പോലുള്ള വലിയ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ എന്നിങ്ങനെ നിറയെ പ്രശ്നങ്ങൾ. ഈ അവസ്ഥയിൽ സ്വാഭാവികമായുണ്ടാവുന്ന ഒരു ഭരണവിരുദ്ധ വികാരം തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന ലിബറൽ പാർട്ടിക്ക് നേരെ ഉണ്ടായി.
അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ നീണ്ട 10 വർഷത്തെ ഭരണത്തിന് ശേഷം ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. തുടർന്ന് ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഗവർണറായിരുന്ന മാർക്ക് കാർണി കാനഡയുടെ 24ാമത്തെ PM ആയിട്ട് സ്ഥാനമേറ്റു. സാധാരണയായി കാനഡയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 4 വർഷത്തിലൊരിക്കലാണ്. അടുത്തത് 2025 ഒക്ടോബർ 20 നടത്താനായിരുന്നു പ്ലാൻ. ഭരണം തുടരാൻ മാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും അധികാരത്തിലേറിയ ഉടനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗവൺമെന്റ് പിരിച്ചുവിട്ട് ഏപ്രിൽ 28 ഇലക്ഷൻ നടത്തുവാൻ ഗവർണർ ജനറലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്ന മാർക്ക് കാർണി. ഇതുവരെയുള്ള എല്ലാ അഭിപ്രായ സർവേകളും ഇനി ഒരു ലിബറൽ ഗവൺമെന്റ് വരത്തില്ല, പകരം വലതുപക്ഷ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് പിയർ പൊളിയേവ് അധികാരത്തിൽ വരും എന്നാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുതിയ സർവേകളിൽ ലിബറൽ പാർട്ടി മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് പെട്ടെന്നുള്ള ഈ ഇലക്ഷന്റെ കാരണവും. എന്താണ് കാനഡയിൽ പെട്ടെന്ന് സംഭവിച്ചത്? എങ്ങനെയാണ് വളരെ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നിട്ടും അതൊക്കെ ജനങ്ങൾ മറന്ന് വീണ്ടും ലിബറൽ പാർട്ടിക്ക് പിന്തുണ കൊടുക്കാൻ തുടങ്ങിയതെന്ന് നമുക്ക് നോക്കാം. കാരണം മറ്റൊന്നുമല്ല, സാക്ഷാൽ ട്രംപ് തന്നെ. ട്രംപിനെ കൊണ്ട് ഈ ലോകത്തിൽ ഏറ്റവും ഗുണമുണ്ടായിരിക്കുന്നത് അമേരിക്കൻ ജനതയ്ക്കോ അല്ലെങ്കിൽ ഇലോൺ മസ്കിനോ ഒന്നുമല്ല, അത് കാനഡയിലെ ലിബറൽ പാർട്ടിക്കാണ്. ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ ഒരു സഹോദരരാജ്യമായി കഴിയുന്ന കാനഡയോട് സ്ഥിരം പ്രശ്നങ്ങളാണ്. ട്രംപ് പറയുന്നത് മുഴുവൻ കേൾക്കുന്നില്ലെങ്കിൽ കാനഡയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറായ USA താരിഫ് കൊണ്ടുവരുമെന്നും താരിഫ് കൊണ്ട് ബുദ്ധിമുട്ടിപ്പിച്ച് കാനഡയെ US-ന്റെ 51ാമത് സ്റ്റേറ്റ് ആക്കുമെന്നൊക്കെ പറഞ്ഞ് സൗത്തിൽ നിന്നും സ്ഥിരം പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും കാനഡയിലുള്ളവരുടെ രാജ്യസ്നേഹം ഉണർന്നു. US-ഉമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ കാനഡയ്ക്ക് സാമ്പത്തികമായും സാമൂഹികമായും വലിയ തിരിച്ചടികൾ ഉണ്ടാകും. ട്രംപുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ട്രൂഡോയ്ക്കും കാർണിക്കും ഭരിക്കുന്ന ലിബറൽ പാർട്ടിക്കും വലിയൊരു മൈലേജ് ആണ് ഈയിടയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയത്. കോവിഡ് സമയത്ത് നമ്മൾ കേരളത്തിൽ കണ്ടതുപോലെ ഇവിടെയും ഡെയിലി പത്രസമ്മേളനമൊക്കെ നടത്തി സൗത്തിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ലിബറൽ പാർട്ടിക്കും സാമ്പത്തിക വിദഗ്ധനുമായ മാർക്ക് കാർണിക്ക് മാത്രമേ കഴിയുന്നൊരു ഇമ്പാക്ട് ഉണ്ടാക്കുവാൻ ലിബറൽ പാർട്ടിക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. കാനഡ അമേരിക്ക പ്രശ്നം ഒരു ഇന്റർനാഷണൽ പ്രശ്നമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവായ പിയർ പൊളിയേവിന്റെ മീഡിയ പ്രസൻസ് ഇവിടെ കുത്തനെ കുറഞ്ഞു. മീഡിയയിൽ കത്തി എന്നാൽ മാത്രമേ ഏതൊരു ജനപ്രതിനിധിക്കും ഒരു ഭാവിയുള്ളൂ എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നാം ഇവിടെ കാനഡയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുമായിട്ടുള്ള ഈ ട്രേഡ് വാർ ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ അത് മാത്രമല്ല ഇലക്ഷനെ നേരിട്ട് ബാധിക്കാൻ പോകുന്ന കാനഡയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഹൗസിംഗ് ഇഷ്യൂസ്. ട്രൂഡോ ഭരണകാലത്ത് കാനഡയിലെ വീടുകളുടെ വില കുതിച്ചുയർന്നു, അതോടൊപ്പം റെന്റും. ഇവിടെ ഇപ്പോൾ യുവാക്കൾക്ക് വീട് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ നമ്മൾ മലയാളികളെ പോലെ ജീവിക്കേണ്ട സമയത്ത് 2 ജോലിക്കോ ഓവർ ടൈമിനോ നൈറ്റ് ഷിഫ്റ്റിനോ ഒക്കെ പോകണം. 40 മണിക്കൂർ മാത്രം ജോലി ചെയ്ത് കിട്ടുന്ന കാശിനെ അടിച്ചു പൊളിച്ച് വളരെയധികം ഈസി ലൈഫിൽ ജീവിച്ചിരുന്ന കനേഡിയൻ ജനതയ്ക്ക് പെട്ടെന്ന് വന്ന ഈ ഹൗസിംഗ് കോസ്റ്റിലുള്ള വർധനവ് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ പലരുടെയും പേച്ചെക്ക് ടു പേച്ചെക്ക് ലൈഫാണ്. വിലവർധനവ് പലരുടെയും കുടുംബ ബഡ്ജറ്റിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കൂടി വരുന്ന ക്രൈം റേറ്റ്. ഇവിടെയുള്ള യുവതലമുറയെ പറ്റി ഒന്ന് ചിന്തിക്കുക. വീട് വാങ്ങാനോ എന്തിന് റെന്റിന് താമസിക്കാൻ പോലും ചിലർക്ക് പറ്റുന്നില്ല, ജോലി കിട്ടാനില്ല. സ്വാഭാവികമായിട്ടും ക്രൈം റേറ്റ് ഉയരും. വലിയ നഗരങ്ങളിൽ കൂടി വരുന്ന ക്രൈം റേറ്റ് ഇപ്പോൾ ഇവിടെ വലിയൊരു പ്രധാന പ്രശ്നമാണ്. മാത്രമല്ല ക്രൈം ചെയ്ത് പിടിക്കപ്പെട്ടാലും ചിലപ്പോൾ അന്ന് തന്നെ ബെയിൽ കിട്ടുന്ന ലിബറൽ നയങ്ങളും ഈ വിഷയം കൂടുതൽ വഷളാക്കുന്നു. ഹെൽത്ത് കെയർ സിസ്റ്റം. കാനഡയിൽ ഹെൽത്ത് കെയർ ഫ്രീ ആണ്, പക്ഷേ വെയിറ്റിംഗ് ടൈം പലപ്പോഴും ഒരു വില്ലനാകുന്നുണ്ട്. ഫ്രീ ആണെങ്കിലും ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യവുമില്ലല്ലോ. എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനം വേണമെന്ന ആവശ്യം ഇവിടെ വളരെ വലിയ ശക്തമാണ്. ഈ ഓരോ വിഷയങ്ങളും ഓരോ പാർട്ടിയും എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുമെന്നതാണ് വോട്ടർമാർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മലയാളി സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇമിഗ്രേഷൻ നയങ്ങളെ ഈ ഇലക്ഷൻ എങ്ങനെയൊക്കെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ലിബറൽ പാർട്ടി എപ്പോഴും ഇമിഗ്രേഷനെ പിന്തുണയ്ക്കുന്നവരാണ്. കൂടുതൽ ഇമിഗ്രൻസിനെ കൊണ്ടുവരുവാൻ അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനു മുന്നേ ഹൗസിംഗ്, ഹെൽത്ത് കെയർ, അൺഎംപ്ലോയ്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ജയിച്ചാലും പെട്ടെന്ന് തന്നെ ഇമിഗ്രൻസിന് ഒരു ഗുണം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കൺസർവേറ്റീവ് പാർട്ടി കുറച്ചുകൂടി കർശനമായ ഇമിഗ്രേഷൻ നയം സ്വീകരിക്കാം. അവർ കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ഇമിഗ്രേഷന് മുൻഗണന കൊടുക്കും. റെഫ്യൂജി പ്രോഗ്രാമുകൾ കുറയ്ക്കാം. ഇത് ഇപ്പോൾ കാനഡയിലുള്ളവർക്ക് വളരെ നല്ലതാണ്. NDP തൊഴിലാളി അവകാശങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ഇമിഗ്രന്റുകൾക്ക് നല്ല സപ്പോർട്ടും വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ ഒറ്റയ്ക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഒരു ഭൂരിപക്ഷം ഒരിക്കലും അവർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ട്രംപിന്റെ നടപടികൾ കാരണം അമേരിക്കയിൽ നിന്ന് കൂടുതൽ റെഫ്യൂജികൾ കാനഡയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഏത് പാർട്ടി ജയിച്ചാലും ഇമിഗ്രേഷൻ ഒരു ചൂടുള്ള വിഷയമായി കാനഡയിൽ തുടരും. അപ്പോൾ ഫ്രണ്ട്സ്, കാനഡയിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചെറിയ ചിത്രം നമുക്ക് കിട്ടി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആര് ജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി കനേഡിയൻ മലയാളി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.